കൂളർ വേണോ എ സി വേണോ? അത് പലരുടെ സംശയമാണ്. ഇന്നൊരു പരസ്യം എൻ്റെ ഫോണിൽ വന്നു. ഒരു പ്രശസ്തമായ പ്രോഡക്റ്റിൻ്റെ ആണ്. അപ്പം അതിൽ എ സി, പോർട്ടബിൾ എ സിക്ക് 5000 രൂപ, 9000 രൂപയുടെ പോർട്ടബിൾ എ സി 5000 രൂപ കൊടുക്കുന്നു. അല്ലെ 14,000 രൂപയുടെ പോർട്ടബിൾ എ സി 8,000 രൂപ കൊടുക്കുന്നു. 22,000 രൂപയുടെ പോർട്ടബിൾ എ സി 11,000 രൂപ കൊടുക്കുന്നു. എനിക്ക് അത്ഭുതമായി. 50% കുറവാണോ എന്ന്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അത് പോർട്ടബിൾ എ സി അല്ല. പോർട്ടബിൾ എ സിക്ക് നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷെ ഇത് വാട്ടർ കൂളറാണ്. ആ കൂളറിനാണ് അത് പറഞ്ഞത്. ഞാൻ എ സി വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് പെട്ടത് വാട്ടർ കൂളറിലായിരുന്നു. വാട്ടർ കൂളർ വാങ്ങിച്ചപ്പോഴാണ് അത് ഹെവി സൗണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റ് കിട്ടില്ല. അതൊരു ഡയറക്ഷനിൽ കിട്ടും. സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. അല്ലാതെ അത് ഒരു എ സിക്ക് പകരമാകില്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഞാൻ പറയുന്നത് എ സിയെ പറ്റിയും കൂളറിനെ പറ്റിയും രണ്ടും തമ്മിൽ വ്യത്യാസവും ഏതെടുക്കണം എന്ന് കൂടിയാണ് പറയുന്നത്. എ സിയും തമ്മിലുള്ള വ്യത്യാസത്തിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ വാങ്ങിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ കാശുണ്ടെങ്കിൽ കൂളർ വാങ്ങി, ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതല്ല, കാശുള്ളവർക്ക് എ സി വാങ്ങാന്നാ പറയുന്നത്. കൂളർക്ക് വാങ്ങും. കൂളറും എ സിയും തമ്മിൽ വ്യത്യാസം തന്നെ നല്ല എമൗണ്ടിന്റെ വ്യത്യാസമാണ്. ഏതാണ്ട് 20,000-30,000 രൂപയുടെ വ്യത്യാസം തന്നെ ചിലപ്പോൾ ഒരു എ സിയും കൂളറും തമ്മിലുണ്ടാകും. 5,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കും 4,000 രൂപയ്ക്കും കൂളർ കിട്ടും. അതിൻ്റെ ദോഷവശങ്ങളും ഗുണവശങ്ങളും ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ എ സി വാങ്ങണോ കൂളർ വാങ്ങണോ എന്ന തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളം പോലെയുള്ള സ്ഥലത്ത് നമ്മുടെ ഉപയോഗത്തിന് ഏതായിരിക്കും വേണ്ടത്? ഈർപ്പം കൂടിയ സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചോളം. ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ഊഷ്മാവ് കൂടുതലാണ്. എയർ കൂളറേയും എയർ കണ്ടീഷനെയും ഞാൻ ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്യാണ്. ഫസ്റ്റ് എയർ കൂളർ. വെള്ളം ഉപയോഗിച്ചാണിത് വായു തണുപ്പിക്കുന്നത്. അതായത് ഒരു വേണമെങ്കിൽ ഞാൻ ഡയഗ്രമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു ടാങ്ക് ഉണ്ടാകും. 9, ഇപ്പം ഞങ്ങളുടെ 20 ലിറ്ററോളം 20 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള കൂളറാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? അത് നോയ്സിയാണ്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റില്ല. ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിന്റെ ചെറുതായിട്ട് വരും. ഇപ്പൊ നമ്മൾ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം തളിക്കുന്നത് പോലെയാണത്. അപ്പൊ കാറ്റിനൊപ്പം വെള്ളം തീരെ പൊടിയായിട്ട് വരും, ചാറ്റൽ മഴ പോലെ, നമ്മൾ അറിയാതെ വരും. അത് ഉപയോഗിച്ചാണ് വായു തണുപ്പിക്കുന്നത്. ഈർപ്പം കൂടുതലായാൽ കൂളിംഗ് എഫക്റ്റ് കുറയും. എന്നാൽ എയർ കണ്ടീഷൻ ആണെങ്കിലോ റൂമിലെ ചൂട് പുറത്തേക്ക് നീക്കി നമ്മളെ തണുപ്പിക്കുന്നു. ആ റൂം തണുപ്പിക്കുന്നു, ഹ്യൂമിഡിറ്റി കുറയ്ക്കും. അത് കേരളത്തിൽ വളരെ എഫക്റ്റീവാണ്. സ്ഥിരമായ കൂളിംഗ് ഉണ്ടാകും. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം വാട്ടർ കൂളർ അല്ലെങ്കിൽ കൂളർ എന്നതിനേക്കാൾ എ സി ആണ് ആവശ്യം. പിന്നെ മറ്റൊരു കാര്യം, വൈദ്യുതിയുടെ കൺസംഷൻ നോക്കുകയാണെങ്കിൽ ആ കൂളർക്ക് 100 വാട്ട്സ് അല്ലെങ്കിൽ 250 വാട്ട്സ് മാക്സിമം, അതായത് ഒരു 80 വാട്ട്സ് വരെ മുകളിലേക്ക് കിട്ടും. എന്നാൽ എ സിയുടേതാണെങ്കിലോ 1000 വാട്ട്സ് മുതൽ 2000 വാട്ട്സ് വരെ ആയിരിക്കും നമ്മൾ ഈ കൂളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് 1 ടണ്ണോ 1.5 ടണ്ണോ ഉള്ള എ സി വെക്കേണ്ടി വരും. അപ്പോൾ കറണ്ട് ബില്ല് നോക്കുകയാണെങ്കിൽ, പോക്കറ്റ് നോക്കുകയാണെങ്കിൽ കൂളറാണ് നമുക്ക് ലാഭം. കൂളർ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു. 5,000 മുതൽ 15,000 വരെ. എ സി ആണെങ്കിൽ ഒരു 30,000 രൂപ മുതൽ 60,000 വീണ്ടും മുകളിലേക്ക് കയറും. കൂളറിന് വെള്ളം നിറയ്ക്കണം, ക്ലീനിങ് ആവശ്യമാണ്. പലപ്പോഴും ഫംഗസ് ഉണ്ടാകും, സ്മെല്ലുണ്ടാകും. ഇപ്പൊ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പ്രത്യേക സ്മെല്ല് വരും. നമുക്ക് ആ വെള്ളത്തിൽ വേണമെങ്കിൽ പെർഫ്യൂം വെച്ച് പെർഫ്യൂം സ്മെല്ല് കിട്ടും. അത് എ സിയിലും അതുപോലെ തന്നെ പെർഫ്യൂംഡ് നമുക്ക് ആക്കാൻ പറ്റും. അതിൽ സ്പ്രേ അടിക്കുകയും അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ കൂളറിലാണെങ്കിൽ ഈ വെള്ളം അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് മോശമായ മണം വരും. അതുപോലെ തന്നെ ഫംഗലാകും, പായലാകും എന്നാണ് ഉദ്ദേശിച്ചത്. സർവീസ് ആവശ്യമാണ്. 6 മാസം 1 വർഷം എ സിക്കും അത് ആവശ്യമാണ്. അത് കെയറിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടും ഒരുപോലെയാണ്. ഈ ഇൻസ്റ്റലേഷന്റെ കാര്യത്തിലാവുമ്പോൾ കൂളർ എവിടെയും ഉപയോഗിക്കാം, പ്ലഗ് ചെയ്താൽ മതി.
എന്നാൽ എ സി ആണെങ്കിലോ അത് ഇൻസ്റ്റാൾ ചെയ്യണം, അതോടൊപ്പം അതിന് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും. ആ ഒരു തലത്തിലെടുക്കുമ്പോൾ കൂളറാണ് നല്ലത്. ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നത് ഏതാണ്? കൂളർ അല്ല, എ സി ആണ്. ഹ്യൂമിഡിറ്റി കൂട്ടും കൂളർ എന്ന് പറഞ്ഞാൽ സിക്നെസ് ഫീൽ ചെയ്യും, ചിലക്ക് ജലദോഷം ഉണ്ടാകും. എ സി ആണെങ്കിൽ ഹ്യൂമിഡിറ്റി കുറക്കും, അതുപോലെ കംഫർട്ട് കൂടുതലാകും. ഈ ചില വെള്ള കളറിലുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ എപ്പോഴും വാട്ടർ കൂളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കരിമ്പനാകും എന്ന് മനസ്സിലാക്കാം. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ആ വെള്ളം വരുന്നത്. ചിലക്ക് തുടർച്ചയായിട്ട് ജലദോഷവും ആവാം. അപ്പോൾ കൂളർ എന്ന് പറയുമ്പോൾ വിയർപ്പ് ഒട്ടുന്നൊരു ഫീല് നമുക്കുണ്ടാവും. കാരണം ഹ്യൂമിഡിറ്റി നമുക്ക് കൂടുതലാണ്, ഈർപ്പം കൂടുതലാണ് നമ്മുടെ എയറിൽ അല്ലേ. 80% ഈർപ്പമുണ്ട്. അതുപോലെ തന്നെ എ സിയിലാണെങ്കിലോ ഹ്യൂമിഡിറ്റി കുറവാണ്, റിയൽ കൂളിംഗ് ഫീൽ നമ്മൾക്ക് അവിടെ ഉണ്ടാകും. ബഡ്ജറ്റ് കുറവാണെങ്കിൽ, പോക്കറ്റ് കുറച്ച് കാശാണെങ്കിൽ, ചെറിയ റൂമാണെങ്കിൽ നമുക്ക് ആവശ്യം കൂളർ തന്നെയാണ്. ഷോർട്ട് ടൈം യൂസ് ആണെങ്കിൽ കൂളറും, കൂടുതൽ ലോങ് ടൈം യൂസ് ആണെങ്കിൽ എ സിയും ആണ് എന്ന് ചിന്തിക്കുക. കേരളത്തിന്റെ ക്ലൈമറ്റിന് അനുകൂലമാണ് ഇത്. പ്രത്യേകത വെച്ചാൽ എ സിക്ക് നമുക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും, പക്ഷെ ഇത് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റില്ല. സ്വിങ് ആക്കാം, പമ്പ് ആക്കാം, വെള്ളം മാത്രമാക്കാം. വെള്ളവും പമ്പിങ്ങും സ്വിങ്ങും കൂടി ഒരുമിച്ചാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് ടെമ്പറേച്ചർ കുറക്കാനോ കൂട്ടാനോ പറ്റില്ല, സ്പീഡ് കൂട്ടാനേ പറ്റുള്ളൂ. എയർ കൂളറിനൊരു വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ വെള്ളം പമ്പ് ചെയ്യുകയാണെന്ന്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഭിത്തി ചിലപ്പോൾ പൊട്ടിയിട്ട ഭിത്തിയായിരിക്കാം, കളർഫുൾ ഭിത്തിയായിരിക്കാം. ആ ഭിത്തിക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. ഈർപ്പം കൂടുന്നതിൽ കാരണം അതിന് കളർ ഡിഫറൻസ് വരാം. അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. മോൾ ഭാഗവും താഴ്ഭാഗവും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പിന്നെ ഫർണിച്ചർ, അതിനുള്ള ഫർണിച്ചർ ചിലപ്പോൾ ഫർണിച്ചറിനൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വാർണിഷ് പോളിഷ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അതിന് ഡാമേജ് വരാം. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിന് ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്, ഒരു കമ്പ്യൂട്ടറാണ്, ലാപ്ടോപ്പാണ്, ഇതിനെല്ലാം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അധികം ഈർപ്പം വരുമ്പോൾ സർഫസ് നമുക്ക് മോശമാകാം. പിന്നെ കൂളർ ശരിയായി വർക്ക് ചെയ്യണമെങ്കിൽ വിൻഡോ തുറന്നിടണം. അടച്ചിട്ട റൂമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥത കൂടും, പുറത്തുനിന്നുള്ള എയർ ആയിരിക്കില്ല വരുന്നത്. വെള്ളം ആവശ്യമാണ്. കൂളർ വലുതാകുമ്പോൾ വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്, നല്ല വെള്ളം ആയിരിക്കണം. അപ്പോൾ വാട്ടർ കൺസംഷൻ കൂടുതലാണ്. പിന്നെ ശബ്ദം, ഭയങ്കര ശബ്ദമായിരിക്കും. പമ്പിങ്ങും ഫാനും കൂടിയാണെങ്കിൽ അത് വരും. ഇത് നൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഉറക്കം പോലും അത് കളയും, കാരണം ആ സൗണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനടുത്തും ആൾ കിടന്ന് ഉറങ്ങാറുണ്ടല്ലോ, അതല്ല ഉദ്ദേശിച്ചത്. അത് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന അങ്ങനെയാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നവരെ അവർക്ക് കുറ്റം പറയില്ല, കാരണം അത് നമ്മളെ പോക്കറ്റിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ എ സിയോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ കൂളറിന്റെ പാഡ് ക്ലീനിങ്, ടാങ്ക് ക്ലീനിങ്, ഫംഗസ് സ്മെല്ല് വരാതിരിക്കുന്നു, ഇതൊക്കെ ക്ലീനിങ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ചുള്ള ടാങ്കാണ്. എയർ കൂളറിന് വരുന്ന കൺസംഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 50 വാട്ട്സ് അല്ലെങ്കിൽ 250 വാട്ട്സ്. അതിന്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് 0.1, അത് 0.1 to 0.3 യൂണിറ്റ്സ് ആണ് പെർ അവർ വരുന്നത്. അതായത് 8 മണിക്കൂർ ദിവസവും ഉപയോഗിച്ചാൽ ഒരു മാസം വരുന്നത് 100ൽ താഴെ യൂണിറ്റ്, അതായത് 40നും 100നും താഴെയുള്ള യൂണിറ്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി അത് ഉപയോഗിക്കുന്നത് ഒരു 300 അല്ലെങ്കിൽ 400 രൂപയാണ് നമുക്ക് 2 മാസത്തേക്ക് ആകൂ. ദിവസം ഉപയോഗിക്കണം. നമുക്കൊരു ദിവസം ഒരു 7 യൂണിറ്റ് ഒക്കെ ആയിരിക്കും ദിവസം ഉപയോഗിച്ചാൽ. ഫുൾ ടൈം 24 hours ഉപയോഗിച്ചാലാണ് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് റേറ്റിൽ ഒരു 700 താഴെയാണ് വരുന്നത്. എന്നാൽ എയർ കണ്ടീഷൻ ആണെങ്കിലോ, എ സിയുടെ കാര്യത്തിൽ വരുമ്പോൾ 1 ടണ്ണിന് നമ്മൾ ഉപയോഗിക്കുന്ന എത്ര വാട്ട്സ് എന്നറിയണം. മറ്റത് 50 വാട്ട്സ് മുതൽ 250 വാട്ട്സ് ആണെങ്കിൽ ഇത് തുടങ്ങുന്നത് 1000 വാട്ട്സ് ആണ്. 1 ടണ്ണ് 1000 വാട്ട്സ് മുതൽ 1200 വാട്ട്സ് വരെയാണ്. 2 ടണ്ണാണെങ്കിൽ അത് 2000 വാട്ട്സിൽ കൂടുതലാണ് വരുന്നത്. അതായത് അത് 0.8 യൂണിറ്റ് മുതൽ 1.8
യൂണിറ്റ്സ് വരെ 1 മണിക്കൂറിലെടുക്കാം. 1 മണിക്കൂർ ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ 1 മാസം 300 മുതൽ 400 യൂണിറ്റ് വരെയാകാം. ബില്ലാണെങ്കിലോ 2000 മുതൽ 4000-ൽ കൂടുതൽ തുക വരെ വരാം. അതാണ് അതിന്റെ കമ്പാരിസൺ. അതിന്റെ 6-7 ഇരട്ടിയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിന്റെ തമ്മിൽ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഞാൻ പറയുകയാണെങ്കിൽ പവർ 50 മുതൽ 250 വാട്ട്സ് വരെ, AC ആണെങ്കിൽ 100 മുതൽ 2000 വാട്ട്സ് വരെ. അതിന്റെ യൂണിറ്റ് പെർ അവർ ആണെങ്കിൽ കൂളർ 0.1 to 0.3 വരെയാണ്. AC ആണെങ്കിൽ 1 മുതൽ 2 യൂണിറ്റ് വരെയാണ് 1 മണിക്കൂറിൽ വരുന്നത്. അത് മന്ത്ലി യൂസേജ് വരികയാണെങ്കിൽ 50 യൂണിറ്റ്സ് ആണ് കൂളറിന് വരുന്നത്. AC-ക്ക് 350 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബില്ല് വരുമ്പോൾ 300, 400, 500, 600 വരെയുള്ളൂ. പക്ഷെ മറ്റേ AC ആണെങ്കിൽ 2500, 4000, 5000 ഒക്കെ പോകും. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും AC എന്ന് പറയുന്നത് 5x മുതൽ 10x വരെ ഇരട്ടിയാകാം എന്ന് നമ്മൾ ചിന്തിക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ കൂളർ എന്ന് പറഞ്ഞാൽ ഫാൻ ലെവൽ കറന്റ് ആണ്. അത് ഇത്തിരി മാത്രം കൂടുതൽ പമ്പിങ് വരുന്നതാണ്. പക്ഷേ AC ആണെങ്കിലോ ഒരു വാട്ടർ ഹീറ്റർ പോലെ, അയൺ ബോക്സ് പോലെ അത്രയും ഹെവി കറന്റ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ബിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് കൂളറാണ്. കംഫർട്ട് വേണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് AC ആണ്. അത് ക്യാഷ് കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലാണ്. കുറെ വിശേഷങ്ങളുമായി, കുറെ കാര്യങ്ങളുമായി പവർ സേവിങ്ങിനെ പറ്റി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണുന്നവരെ ബൈ. AC-യെ പറ്റി തന്നെ പറയാം, അതോടൊപ്പം തന്നെ മറ്റ് പല ഉപകരണങ്ങളെ പറ്റി പറയാം. ഈ കൺസംപ്ഷൻ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ആയതുകൊണ്ടാണ്, അതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ കൂടാതെ നിങ്ങളെ കൺസംപ്ഷൻ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാനും ഒരു കൺസ്യൂമർ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ബൈ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഓക്കെ.